അതിർത്തിയിൽ നടന്ന ഒരു കൊലപാതകം, ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ആടി ഉലയുകയാണ്. ഔദ്യോഗികമായി തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 1-നാണ് സംഭവം നടന്നത്. ഉന്നാക്കോട്ടി ജില്ലയിലെ കൈലാഷ് ഹാറിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന ലൈതാപുരയിലാണ് ഈ 13 വയസ്സുള്ള ലൈതാപുര എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ്. അവിടെയാണ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഇന്ത്യ പറയുന്നത് 16 വയസ്സുണ്ടെന്ന് പറയുന്നത്, ഏതായാലും പ്രായപൂർത്തിയാകാത്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു. ഇത് ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയായ BSF വെടിവെച്ച് ആ വെടിവെപ്പിലാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതെന്നാണ് ബംഗ്ലാദേശ് പറയുന്നതും ഔദ്യോഗികമായി തന്നെ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുന്നതും. അതായത് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ മന്ത്രി തന്നെ നേരിട്ട് ഇന്ത്യയോട് പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ പേര് സ്വർണ ദാസ് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഇതിനെക്കുറിച്ച് ഇന്ത്യ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു വലിയ സംഘം അതിർത്തി കടക്കാൻ എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഏത് ഭാഗത്തുനിന്നാണ് വെടിയേറ്റതെന്ന് അറിയില്ല. ഇത് പറയുന്നതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബംഗാളിൽ നിന്നുള്ള ലോക്കൽ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിർത്തി കടക്കാൻ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചപ്പോൾ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഫോഴ്സ് വെടിവെച്ചു എന്നുള്ള വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ അത്തരത്തിൽ പറഞ്ഞത്. ഏതായാലും ബംഗ്ലാദേശിൻ്റെ മാധ്യമമായ ധാക്ക ട്രിബ്യൂൺ പറയുന്നത് ഇന്ത്യ ചെയ്തത് ശരിയായില്ല എന്നും 1975 ബോർഡർ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുമാണ്. ഇപ്പോൾ ഏതായാലും BSF ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ പ്രതിഷേധം അലയടിച്ചെങ്കിൽ ഇപ്പോൾ അതിർത്തി കടക്കാനെത്തിയ ഒരാൾ വെടിയേറ്റു മരിക്കുന്നു. അത് ആരുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ കൊന്നു എന്നുള്ള രീതിയിലാണ് ബംഗ്ലാദേശിൽ ഏത് കാര്യത്തിലും ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുക, ഒരു പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അധികാരത്തിലേറിയിരിക്കുന്ന സർക്കാരും അവിടുത്തെ പ്രതിഷേധക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. വരും മണിക്കൂറിൽ ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.